ശ്രീ ജോയ് ജോർജ്, ഈ ഒരു പുനരധിവാസ പ്രവർത്തനം ഇനിയാണ് അവിടെ MLA-യുടെ ആവശ്യം വേണ്ടുന്നത്, കാര്യക്ഷമമായ ഇടപെടൽ വേണ്ടത്. ആ ജനങ്ങളെ പഴയ ജീവിതത്തിലേക്ക് തിരികെ കൈപിടിച്ച് കയറ്റാനുള്ള ബാധ്യസ്ഥത കൂടി MLA-ക്കുണ്ട്. അദ്ദേഹമാണ് ഈ ആദ്യ ദിവസങ്ങളിൽ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുത ശരി തന്നെയാണ്. പക്ഷേ അതിനുശേഷം അദ്ദേഹം വിദേശത്തേക്ക് പോകുന്നു. വിദേശത്ത് പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നതാണ് ഇപ്പോൾ ഇവിടെ വലിയ രീതിയിൽ വിമർശനം ഉയരുന്നത്. അതെ, ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഒരു MLA-യുടെ സജീവ സാന്നിധ്യം ഉണ്ടാവേണ്ട സാഹചര്യമാണ് പൂഞ്ഞാറിലുള്ളത്. MLA അമേരിക്കയിൽ പോയതായിട്ടാണ് അറിയുന്നത്. ഏതായാലും ഈരാറ്റുപേട്ടയിലോ പൂഞ്ഞാർ അസംബ്ലി മണ്ഡലത്തിലോ അദ്ദേഹം ഇല്ല. പകരം ആരെയെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടില്ല. സമാനതകളില്ലാത്ത ദുരന്തം ഉണ്ടാകുമ്പോൾ വിവിധ വകുപ്പുകളെ കൂട്ടിയോജിപ്പിച്ച് സജീവമായ പ്രവർത്തനം നടത്തേണ്ടതുണ്ട്. ഇതിനു മുമ്പും പൂഞ്ഞാർ അസംബ്ലി മണ്ഡലത്തിൽ ദുരന്തം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈരാറ്റുപേട്ടയിൽ ഇതുപോലുള്ള ഒരു ആഘാതം ഉണ്ടായിട്ടില്ല. പൂഞ്ഞാർ അസംബ്ലി മണ്ഡലത്തിലായാലും കേരളത്തിൽ എവിടെയായാലും ദുരന്തം ഉണ്ടാകുമ്പോൾ ഈരാറ്റുപേട്ടയിലെ കച്ചവടക്കാർ വലിയ ഇടപെടൽ നടത്തി മനുഷ്യസ്നേഹപരമായ സഹായം ചെയ്യുന്നതാണ്. എന്നാൽ ഇപ്രാവശ്യം അവരെ ആകെ പ്രളയത്തിൽ മുക്കിക്കളയുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. 320ഓളം കടകളും ഏതാണ്ട് 700ഓളം വീടുകളിലും വെള്ളം കയറി. വ്യാപാരികളുടെ വീടുകളിൽ കൂടി വെള്ളം കയറി അവർക്ക് കടയിൽ വന്ന് അവരുടെ സാധനങ്ങൾ മാറ്റാനുള്ള അവസരം ലഭിച്ചില്ല. ഈ പ്രദേശം സന്ദർശിച്ച് വ്യാപാരികൾക്കും കുടുംബാംഗങ്ങൾക്കും ഒരു മാനസിക പിന്തുണ നൽകാനും ഗവൺമെന്റ് സഹായം നൽകാനും MLA ഉണ്ടാവേണ്ടതാണ്. ഉണ്ടായില്ലെന്ന് മാത്രമല്ല, പകരം ആരെയും ചുമതലപ്പെടുത്താതെ വന്നതിന്റെ ഭാഗമായി വലിയ ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത്. തീക്കോയി, പൂഞ്ഞാർ, തെക്കേക്കര തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉണ്ടായ ദുരന്തവും സമാനതകളില്ലാത്തതാണ്. 2 ആളുകളുടെ മരണത്തിന് ഇടയായി. അപ്പോൾ പോലും അദ്ദേഹം വന്നു പോയി എന്നൊഴിച്ച് രാത്രി 2:30 ഉണ്ടായ ദുരന്തമാണ് പൂഞ്ഞാർ തെക്കേക്കര പയ്യാനിത്തോട്ടത്തില്. ആ സമയത്ത് ഒരു കിറ്റാച്ചി മാത്രമാണ് വന്നത്. ആവശ്യത്തിനുള്ള വകുപ്പുകളെ കൂട്ടി യോജിപ്പിച്ച് കിറ്റാച്ചിയും ഒക്കെ വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ 2 ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. രാവിലെ 2:30 ഉണ്ടായ ദുരന്തത്തിന് പിന്നീട് 2 കിറ്റാച്ചി വരുമ്പോൾ പകൽ 8 മണിയായി. അന്നോഴത്തെ ആ സമയമാകുമ്പോഴേക്കും കേരളത്തിന്റെ മുൻ മന്ത്രി VN വാസവൻ അടക്കം വന്ന് രക്ഷാപ്രവർത്തന നേതൃത്വം നൽകി. MLA അവിടെ വന്ന് കാര്യങ്ങളൊക്കെ അന്ന് നിന്നു. അതിനുശേഷം തുടർ പ്രവർത്തനത്തിന് കിട്ടിയില്ല. അതുപോലെ തന്നെ തീക്കോയിൽ ആണെങ്കിൽ പശുക്കളെ നഷ്ടപ്പെട്ടു. ഉടുതുണി അല്ലാതെ മറുതുണി ഒന്നുമില്ലാതെ ജനങ്ങൾ അലയുന്ന സമയത്താണ് അദ്ദേഹം വിദേശയാത്രയ്ക്ക് പോയിട്ടുള്ളത്. ഒരു MLA-യിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ല. പ്രത്യേകിച്ച് ഈരാറ്റുപേട്ട ഉള്ള പ്രദേശത്ത് നാട്ടിലാകെ ഓടി നടന്ന് സഹായം ചെയ്യുന്നവരാണ് ഈരാറ്റുപേട്ടയിലെ വ്യാപാരികൾ. ടീം എമർജൻസി ആയാലും അതുപോലുള്ള ഏത് നന്മക്കൂട്ടമായാലും ഒക്കെ അവർ ജീവൻ പണയം വെച്ചാണ് വെള്ളിക്കുളത്തും തീക്കോയിലും പൂഞ്ഞാറിലും ഒക്കെ അവർ ഓടിയെത്തുന്നത്. ഏത് ദുരന്തം ഉണ്ടായപ്പോൾ പ്രതിഷേധം മാത്രമല്ല, ഏത് ദുരന്തം ഉണ്ടായാലും വരും. അപ്പൊ അവർക്കൊരു ദുരന്തം ഉണ്ടായപ്പോൾ ജനപ്രതിനിധി ഇല്ല എന്നത് ഏറ്റവും പ്രതിഷേധാർഹമാണ്. ആ വ്യാപാരികളെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. ആ വ്യാപാരികൾക്ക് നഷ്ടം വാങ്ങിക്കൊടുക്കാൻ തയ്യാറാവണം. സാങ്കേതികത്വം പറഞ്ഞു. ജോയ് ജോർജ് ഈ അവസരത്തിൽ നമ്മോട് പ്രതികരിച്ചതിന്